കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കാണ് റിപ്പോർട്ട് നൽകുക. ഫയർഫോഴ്സിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമാകും അത്യാഹിത വിഭാഗത്തിന്റെ തുടർ പ്രവർത്തനത്തിൽ തീരുമാനമെടുക്കുക. അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നു കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് അഭിജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ്. ഏറെ ആശങ്കകൾ ഉണ്ടാക്കിയാണ് ഈ മാസം 2-നും 5-നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടാകുന്നത്. ആദ്യം കാഷ്വാലിറ്റിയിലെ UPS മുറിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത്. പിന്നാലെ ഇതേ കെട്ടിടത്തിലെ 6-ാം നിലയിൽ നിന്നും തീപിടുത്തമുണ്ടായി. വ്യത്യസ്ത വിഭാഗങ്ങൾ ഈ 2 തീപിടുത്തവും അന്വേഷിക്കുന്നുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുക. ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ തിരുവനന്തപുരം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. ഇതിൻ്റെ ഒരു പരിശോധന അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കമൊക്കെ പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫോറൻസിക്കിൻ്റെ പരിശോധനാ റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ, അതായത് ഈ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് കഴിഞ്ഞ ദിവസവും മെഡിക്കൽ കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം നിലവിലിപ്പോൾ പഴയ കാഷ്വാലിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഈ സൗകര്യങ്ങളുടെയൊക്കെ വലിയൊരു കുറവുണ്ട്. ഈ കാഷ്വാലിറ്റി പ്രവർത്തനരഹിതമായതിന് പിന്നാലെ പഴയ കാഷ്വാലിറ്റിയിലേക്ക് പ്രവർത്തനം മാറുന്നു. അവിടെയാണിപ്പോൾ രോഗികളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രോഗികൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു സ്ഥിതിവിശേഷമൊക്കെയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചതിന് ശേഷം പൂർണ്ണമായും സുരക്ഷ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കൂ എന്ന് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇന്നിപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്തിമ റിപ്പോർട്ട് വരും. അതിലെന്താണ് ഉള്ളടക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് വിഭാഗങ്ങളുടെ കൂടി പരിശോധനാ റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനത്തിൽ ഒരു തീരുമാനമുണ്ടാവുക.